ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് സൗജന്യമായി തന്നെ പുതുക്കാൻ സാധിക്കും. ഇതിനായി ജൂൺ 14 വരെയാണ് അവസരമുള്ളത്. ആധാർ കാർഡുകൾ കൃത്യമായി പുതുക്കിയില്ല എങ്കിൽ പല ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. കൂടാതെ വിവിധ ആനുകൂല്യങ്ങളും നഷ്ടമാകാൻ സാധ്യതയും ഉണ്ട്. മുതിർന്നവരും വിദ്യാർത്ഥികളും ആധാർ കാർഡ് പുതുക്കേണ്ടത് അത്യാവശ്യമായ ഒന്നു തന്നെയാണ്. വിദ്യാർത്ഥികൾക്കുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ആധാർ കാർഡ് പുതുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി നിരവധി അവസരങ്ങളാണ് നൽകിയിട്ടുള്ളത്. മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ജൂൺ 14 വരെയാണ് അവസരമുള്ളത്. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് പുതുക്കേണ്ടതുണ്ട്. കൂടാതെ ഈ കാര്യങ്ങൾ അക്ഷയ വഴിയും ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി തന്നെ ചെയ്യാനും സാധിക്കും. ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ നിരവധി ആളുകൾക്ക് സേവനങ്ങൾ നഷ്ടമായിട്ടുമുണ്ട്. സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ ആധാർ വെരിഫിക്കേഷൻ മുഖേനയാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലാണ് OTP വരുന്നതും. കൂടാതെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായിരിക്കണം. പുതിയ ഫോൺ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആധാറിൽ മാറ്റേണ്ടതാണ്. OTP അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകും. മൊബൈൽ നമ്പറിൽ മാറ്റം വരുത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട്. കൂടാതെ ആധാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ബയോമെട്രിക്സ്. 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇത് സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് കാലാവധിയുണ്ട്. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ് ചെയ്യുന്നതെങ്കിൽ ഫീസ് ഈടാക്കുകയില്ല. കൂടാതെ 15 വയസ്സിലെ ബയോമെട്രിക്സ് 17 വയസ്സ് വരെ സൗജന്യമായും ചെയ്യാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ കാർഡ് പുതുക്കേണ്ടത് അത്യാവശ്യമായ ഒന്നു തന്നെയാണ്. അതിനാൽ ബയോമെട്രിക്സ് ചെയ്യാത്തവർ നിർബന്ധമായും അത് പൂർത്തീകരിക്കേണ്ടതുമാണ്. 15 വയസ്സ് കഴിയുമ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനും വരുന്നതായിരിക്കും. ജൂൺ 14 വരെ മൈ ആധാർ പോർട്ടൽ വഴി ആധാർ രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ യാതൊരുവിധ ഫീസും ഈടാക്കുകയില്ല. എന്നാൽ ഇതൊരു ആധാർ കേന്ദ്രത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ ഫീസ് ഈടാക്കുന്നതായിരിക്കും. ജൂൺ 14 ശേഷം മൈ ആധാർ പോർട്ടൽ വഴി ആധാർ രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് 25 രൂപ ഫീസ് ഈടാക്കുന്നതുമാണ്. വിലാസം, പേര്, മൊബൈൽ നമ്പർ എന്നീ കാര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ ആധാർ പുതുക്കേണ്ടതാണ്. സർക്കാർ സേവനങ്ങളും ബാങ്കിംഗ് സൗകര്യങ്ങളും മറ്റ് ആധാർ ലിങ്കിംഗ് സേവനങ്ങളും സുഗമമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. പേര്, ഫോൺ നമ്പർ, ബയോമെട്രിക്സ് തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ നേരിട്ട് ചെല്ലേണ്ടതാണ്. ജൂൺ 14 ശേഷം വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ സന്ദർശിച്ചാൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്. മൈ ആധാർ പോർട്ടൽ വഴി ജൂൺ 14 വരെയായിരിക്കും സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. ആധാറുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യുക.